ഹലോ, ഹായ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അതായത് ട്രിവാൻഡ്രം SAT ഹോസ്പിറ്റലിലാണ് നമ്മളുള്ളത്. എൻ്റെ ചേട്ടത്തിക്ക് പെട്ടെന്ന് ഡെലിവറിയുടെ പെയിനായിട്ട് മെഷീനിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ വന്നത്. ഞാൻ കാവ്യ, രോഹിത് എൻ്റെ വൈഫാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് കയറിയതിന് ശേഷം ഏകദേശം പാവപ്പെട്ട ആൾക്കാർക്ക് പറ്റിയ ഹോസ്പിറ്റൽ തന്നെയാണ് SAT. നമ്മൾ പറയേണ്ട കാര്യമില്ല, അറിഞ്ഞുകൂടാത്ത നമുക്കറിയത്തില്ലായിരുന്നു ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ വരേണ്ട ഒരു സാഹചര്യം വന്നാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിപ്പം എന്തോ പറയാൻ മരുന്നിൻ്റെ ആവശ്യമാണെങ്കിലും നമുക്ക് ഇവിടെ മെയിനായിട്ട് എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങണം. ഒരാൾ പുറത്തുണ്ടായിരിക്കണം, ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ പുറത്തുണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഏത് ടൈമിൽ അകത്തുനിന്ന് വിളി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കണം, ഉണ്ടായിരിക്കണം. അവർ ഓരോ കുട്ടിയുടെ ബ്ലഡായാലും അമ്മയുടെ ബ്ലഡായാലും യൂറിനായാലും എന്താണെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ നമ്മളെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ കൊണ്ട് ഓരോ സ്ഥലത്ത് കൊടുക്കുക. 2.5 മണിക്കൂർ 3.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വാങ്ങി തിരിച്ച് അകത്ത്, അതായത് അമ്മയുടെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുടെ അടുത്ത് ഏൽപ്പിക്കണം. ഇതാണ് വെളിയിൽ ഒരാൾ എന്തൊക്കെ പറഞ്ഞാലും വേണം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ സ്റ്റോറിലെല്ലാം നല്ല പൈസയാണ്, എല്ലാ മെഡിസിനും നല്ല പൈസയാണ്, അല്ലേ? നല്ല എമൗണ്ടാണ്. അപ്പം അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ കാരുണ്യ സേവാ കേന്ദ്രം എന്ന് പറയുന്നൊരു ചെറിയൊരു ഓഫീസ് അവിടെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മളെ വാങ്ങാനുള്ള മരുന്നിൻ്റെ ചീട്ടിൽ അവിടുത്തെ സൂപ്രണ്ടോ എന്തോ സീൽ ചെയ്ത് തരും. ആ സീലുള്ള സ്ലിപ്പും കൊണ്ട് പോവുകയാണെങ്കിൽ 3 മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ ഫ്രീ ആണ്. പക്ഷേ ചടങ്ങാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും എല്ലാ മരുന്നും കാണത്തില്ല. ഓരോ മരുന്നിന് വേണ്ടി നമ്മൾ ഓരോ മെഡിക്കലിൽ ഓടി നടന്നുകൊണ്ടിരിക്കണം. അതായത് നമ്മളിന്നൊരു വൈകിട്ട് 6:30 ഇറങ്ങിയതാണ്. മെഡിസിൻ എല്ലാം കവർ ചെയ്ത് കിട്ടി അവിടെ എത്തിയപ്പോഴത്തേക്ക് 9 മണിയായി. അത് അത്യാവശ്യമുള്ള മെഡിസിൻ അല്ല കേട്ടോ, അത്യാവശ്യമുള്ളത് അവർ തന്നെ സെറ്റ് ചെയ്തോളും. ഇത് നാളത്തേക്കുള്ളതായിരുന്നു. നാളത്തേക്ക് കുഞ്ഞിനുള്ള മരുന്നാണ് നമ്മളിന്ന് കളക്ട് ചെയ്തത്. അപ്പോൾ ഈ 3 മെഡിക്കൽ സ്റ്റോറിലും ഫ്രീ ആണ്. ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരെന്തൊക്കെയായിരുന്നു? കാരുണ്യ, മാതൃസ്പർശം, HLL. കാരുണ്യ, മാതൃസ്പർശം, HLL. ഇത് 3 തപ്പി നടക്കുന്ന തന്നെ ഫസ്റ്റത്തെ ചടങ്ങാണ്. ഓരോന്ന് ചോദിച്ച് തപ്പി നടക്കണം, 3 സ്ഥലത്ത്. അതുപോലെ തന്നെയാണ് ഈ സൂപ്രണ്ട് സീൽ ചെയ്ത നമ്മളെ പേപ്പർ ഉണ്ടല്ലോ, മെഡിസിൻ്റെ തുണ്ട്. ആ തുണ്ടിൻ്റെ 4-5 കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കണം. കാര്യം ഈ 3 മെഡിക്കൽ സ്റ്റോറിലും മെഡിസിൻ എടുക്കാൻ പോകുമ്പം അത് ഓരോന്ന് അവിടെ വാങ്ങി വെക്കും. അതായത് ഈ ഫ്രീ ആയിട്ട് തരുന്ന 3 മെഡിക്കൽ സ്റ്റോറില്ലേ, അവിടെ ഇല്ലാത്തതാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കാറുള്ളത്. നമുക്ക് ഇന്ന് ഏകദേശം 9-10 മരുന്ന് എഴുതി തന്ന് അതിൽ 3 മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടും അത്യാവശ്യം മെഡിസിൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 പ്രൈവറ്റിൽ നിന്ന് എടുത്തപ്പോൾ 1200 എത്രയോ രൂപയായി. ഇതെല്ലാം പുറത്തുനിന്ന് എടുക്കാനാണെങ്കിൽ നല്ല എമൗണ്ട് ആവും. പിന്നെ വാർഡിലുള്ളവർക്ക് മാത്രമാണ് ഈ ഫെസിലിറ്റിയൊക്കെ ഉള്ളത്. നമ്മളിവിടെ പേ വാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫെസിലിറ്റിയും കിട്ടത്തില്ല. നമ്മൾ എല്ലാത്തിനും ക്യാഷ് അടച്ചു കൊടുത്തേ വെക്കും. മെഡിസിനായാലും ബ്ലഡ് ടെസ്റ്റിനായാലും എല്ലാത്തിനും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഒരുപാട് കിടന്ന് ഓടി. അപ്പോഴാണ് വിചാരിച്ച കുറച്ച് പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഇന്ന് ഒറ്റൊരു ദിവസമാണ് നമ്മൾ നിന്നത് കേട്ടാ. അതായത് ഇന്ന് രാവിലെ വന്ന് നാളെ രാവിലെ പോവും. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും ചേട്ടനും ഇങ്ങ് വരും. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഓരോ ദിവസം ഓരോരുത്തർ മാറി നിൽക്കാം. അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഓക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. പിന്നെ ഇത് തപ്പി നടക്കുന്ന മെയിൻ കാര്യം, നമ്മളെ SAT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊരു അമ്മയും കുഞ്ഞും റൗണ്ട് അബൌട്ടുണ്ട്. ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് എടുത്ത് മറ്റേ മെഡിക്കൽ കോളേജ് ക്യാൻറ്റീനുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ കാരുണ്യ എന്ന് പറയുന്ന ഫാർമസി. ആ വാട്ടർ അതോറിറ്റി അങ്ങനെ എന്തൊക്കെ സംഭവമുണ്ട്. താഴോട്ട് ഇറങ്ങി പോകണം. ആ റെഡ് പെയിൻ്റ് അടിച്ച ക്യാൻറ്റീൻ, അതിൻ്റെ ബേക്കിലോട്ട് ആണ് ഈ കാരുണ്യ എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോറുള്ളത്. പിന്നെ അവിടെ നിന്ന് ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി സാധനം വാങ്ങിയതിന് ശേഷം
ഇവിടെ ഭയങ്കര എലിശല്യമാണ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര എലിശല്യം, ഹൈലൈറ്റ് ആണ്. ഭയങ്കര എലിശല്യമാണ്. നമ്മൾ വിശ്വസിച്ച് കിടക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല, രാത്രിയായാൽ വന്ന് കടിക്കും. അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് പോട്ടെ. അപ്പം കാരുണ്യെന്ന് മരുന്നും വാങ്ങിയിട്ട് അവിടെ ഇല്ലാത്തത് HLL അല്ലേ, HLLലോട്ട് പോകണം. ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരാണ് മാതൃസ്പർശം. അവിടെ നിന്ന് തുടങ്ങണം. പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയാലും കോപ്പി എടുക്കണം. കോപ്പി എടുക്കണമെങ്കിൽ ആ റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് ഈ ഷോപ്പടി അതായത് ആ റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് അതിൻ്റെ ബേക്കിലാണ് ഫോട്ടോ കോപ്പി. അവിടെ മാത്രമേ ഫോട്ടോ കോപ്പി എടുക്കൂ ഈ പരിസരത്തല്ലേ. അവിടെ നിന്ന് ഓൾറെഡി 3-4 കോപ്പി എടുത്തിട്ട് വേണം ഓരോ ഫാർമസിയിലോട്ടും പോകാൻ. അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് വേണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊന്നും അല്ല ക്യൂ നിൽക്കാനുള്ളത്. ക്യൂ നിന്ന് തള്ളും, നടന്നും തള്ളും. ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അർജൻസിയൊക്കെ ഇവരെപ്പോഴും നേരത്തെ വിടും. പക്ഷെ നാളത്തേക്കുള്ളതൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി കിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് കിടന്ന് ഓടി. ഇവിടെ ഒരാൾ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിരിപ്പുകാർക്ക് ആണുങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു വലിയൊരു ഷെഡുണ്ട്. ഷെഡല്ല, ഒരു നല്ലൊരു കെട്ടിടം തന്നെയാണ്. പക്ഷേ ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അത്യാവശ്യം വൃത്തിയും ഉണ്ട് എന്നാ അല്ലേ. പക്ഷേ ഈ എലിശല്യങ്ങളുടെയൊക്കെ നല്ല ഫെസിലിറ്റി ഉള്ളതാണ്, നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിലും നമുക്ക് ഇവിടെ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഓരോ ചാരിറ്റിക്കാർ ഫുഡ് കൊണ്ടുവരും. അതുകൊണ്ട് അതിൻ്റെ കാര്യം പേടിക്കണ്ട. ഇത് പൈസ ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്, അത്യാവശ്യം പൈസയൊന്നും ഇല്ലാതെ നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് മാത്രം ഈ ഫെസിലിറ്റിയൊക്കെ യൂസ് ചെയ്താൽ മതി. ഇല്ലാത്തവർ പേ വാർഡ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ അത് കണക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ, നല്ല മെനക്കേടുണ്ട്. കുറച്ചൊന്നും അല്ല, നല്ല അധികം മെനക്കേടുണ്ട്. ഒരു ദിവസം പോയി കിട്ടും. ഇവിടെ നമ്മൾ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ നമ്മൾ മടുത്തതാണ്ട് തൊണ്ട അടച്ച്, മൂക്ക് ജലദോഷം ഫുള്ള് പോയി. ഇവിടെ ഞാൻ വന്ന് പരിചയപ്പെട്ടതിൽ കുറേ ചേട്ടന്മാരുണ്ട്. ഒരു 3-4 മാസമായിട്ട് ഒരു ചേട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ 10-12 മാസമായവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം അല്ലേ. ഒറ്റ ദിവസത്തിൽ നമ്മൾ മടുത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് തപ്പുന്ന തന്നെ മെയിൻ പ്രശ്നം തന്നെയാണ് ഇവിടെ. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ സാധനം കിട്ടും കേട്ടോ. പൈസ ഇല്ലാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ ഓരോ കാരുണ്യ അങ്ങനെ 3 മെഡിക്കൽ സ്റ്റോറുണ്ട്. അവിടെ ഫ്രീ ആയിട്ട് മെഡിസിൻ കിട്ടും. പിന്നെ നമുക്ക് ഈ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മോഷണമുണ്ട്, നല്ല രീതിക്കുള്ള മോഷണം. അതായത് നമുക്കൊരു ഫോൺ ഇന്നൊരു കള്ളനെ പിടിച്ചു ഇന്നത്തെ ദിവസം. അതായത് ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 14-ാം തീയതി. 14-ാം തീയതി ഒരു കള്ളനെ രാത്രി പിടിച്ചുകൊണ്ട് പോയി. നമ്മളിവിടെ എത്രാം തീയതി വന്നതിന് 8-ാം തീയതി വന്നതാണ്. 8-ാം തീയതി വന്നതാണ്. നമ്മൾ 8-ാം തീയതി തൊട്ട് മാറി നിൽക്കുവാണ്. ഇവിടെ ഭയങ്കര മോഷണമുണ്ട്, ബൈക്ക് മോഷണം. അതൊക്കെ നമ്മളെ സാധനം നമ്മൾ സൂക്ഷിക്കും. പരമാവധി നമ്മൾ ഗോൾഡ് ഐറ്റംസൊക്കെ വീട്ടിൽ വില കൊടുപ്പുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ ഊരി വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ അത് പോവും. കയ്യിലുള്ളതെല്ലാം സൂക്ഷിക്കുക. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാനാണ് വന്നത്. പിന്നെ കുറേ എന്തുവാ ഉള്ളത്, പിന്നെ ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. കുട്ടിയുടെ ഓരോ കാര്യത്തിനും ഓരോ ബ്ലഡ് സാമ്പിൾ, യൂറിൻ സാമ്പിൾ തരും. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടു കൊടുക്കണം. അതിൽ എഴുതിയേക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് തപ്പിപ്പിടിച്ച് കൊണ്ടു കൊടുത്തിട്ട് അവരൊരു ടൈം പറയും. ആ ടൈമിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ആ റിസൾട്ട് വാങ്ങി പിന്നെ അവരെ ബൈസ്റ്റാൻഡർ, അതായത് അമ്മയുടെ കുഞ്ഞിൻ്റെ ഒപ്പമുള്ള ബൈസ്റ്റാൻഡർ ആരാണോ അവരെ ഏൽപ്പിക്കണം. ഇതിപ്പം നമ്മളെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഡെലിവറി കഴിഞ്ഞിട്ട് 4 ദിവസമായി. അപ്പോൾ 4 ദിവസത്തിൽ നീണ്ടു പോകുന്നതോറും ഈ ഓട്ടം കുറഞ്ഞു വരും. ഫസ്റ്റൊക്കെ നല്ല ഓട്ടമാണ് കേട്ടോ. ഓരോ കാര്യത്തിനും വിളിച്ചുകൊണ്ടിരിക്കും. 2:30-3 മണിക്ക് ഒക്കെ നമുക്ക് ഓരോ കാര്യത്തിനും വിളിച്ചുകൊണ്ടിരിക്കും. പോയി കൊടുത്തേ വെക്കും. ഞാൻ ഇതിൽ കുറേ വീഡിയോസ് ആഡ് ചെയ്തേക്കാം. ഇതിൽ നമ്മൾ എവിടെയൊക്കെയാണ് എന്തൊക്കെ ഷോപ്പ് ഉള്ളതെന്നൊക്കെ. ഓക്കെ, അപ്പം SAT ഹോസ്പിറ്റലിൽ വരുന്നവർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഷെയർ ചെയ്തതാണ്. ഫസ്റ്റ് വീഡിയോ ആണ്. ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മൾ കുറേ കിടന്ന് ഓടി. അപ്പം നമുക്ക് അറിഞ്ഞൂടാ
അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച് അതുപോലെ നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഒരു ഡേയിലുണ്ടായ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ഒറ്റ ഡേയുടെ കാര്യങ്ങളെ അറിയാമോ, ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ നാളെ പോകും. നമ്മൾ ഒരു ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ മടുത്ത്. ഇവിടെ നിൽക്കണമെങ്കിൽ ഇത് ടാസ്ക് തന്നെയാണ്. പേവാർഡാണെങ്കിൽ ഈ ഫെസിലിറ്റികളൊന്നും കിട്ടത്തില്ല, നല്ല പൈസയാവും. കാരണം ഓരോ സാധനത്തിനും നല്ല എമൗണ്ട് ആവും. അപ്പോൾ ഓക്കെ, കുറച്ച് വീഡിയോസും കൂടെ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഇതാണ് മാതൃസ്പർശം മെഡിക്കൽ സ്റ്റോർ. അതായത് നമ്മളെ SIT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ്. ഇതാണ് മാതൃസ്പർശം മെഡിക്കൽ സ്റ്റോർ. ഇവിടെ നിന്നാണ് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്. അതുപോലെ ഇതാണ് കാരുണ്യ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോണ വഴി. അതായത് ആ ക്യാൻറ്റീൻ്റെ സൈഡിലേക്കുള്ളൊരു റോഡുണ്ട്. ഇതുവഴി നേരെ താഴോട്ട് പോകുമ്പോൾ കാരുണ്യ മെഡിക്കൽസായി. അടുത്തതെന്ന് പറഞ്ഞാൽ HLL മെഡിക്കൽ സ്റ്റോറാണ്. അത് വന്ന് നമ്മളെ മെയിൻ ഗേറ്റില്ലേ, മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റ്. അതായത് അകത്ത് റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മളെ അമ്മയും കുഞ്ഞും റൗണ്ട് അബൌട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആർച്ച് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണ് ഈ HLL മെഡിക്കൽ സ്റ്റോർ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ IHDB മെഡിക്കൽസിൻ്റെ പുറകു വശത്താണ് ഈ ഫോട്ടോ കോപ്പി എടുക്കുന്നത്. നമ്മളെ മരുന്നിൻ്റെ റെസിപ്റ്റിൻ്റെ ഒരു 4-5 കോപ്പി ഇവിടെ നിന്ന് എടുത്ത് വെച്ചേക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അത് ഓരോ മെഡിക്കൽ ഷോപ്പിലും കൊടുക്കേണ്ടി വരും. ഇതാണ് ആണുങ്ങളുടെ വിശ്രമ സ്ഥലം. അത്യാവശ്യം കിടക്കാമെന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത്യാവശ്യം കിടക്കാൻ ഭയങ്കര വൃത്തിയൊന്നുമില്ല. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഇവിടെ വരുന്നവരെല്ലാവരും ക്യാഷും ATM കാർഡും കയ്യിൽ കരുതണം. അതായത് ഇവിടെ മിക്ക സ്ഥലത്തും GPay ഒന്നും വർക്കിംഗ് അല്ല, GPay എടുക്കത്തില്ല. പല സാധനത്തിനും നമ്മൾ ക്യാഷായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ATM കാർഡ് കയ്യിലുണ്ടെങ്കിൽ തൊട്ടടുത്ത് ATM ഉണ്ട്, അവിടെ പോയി പൈസ ആയിട്ട് എടുത്ത് നമുക്ക് കൊടുത്ത് കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ATM കാർഡും ക്യാഷും കൈ കരുതുക. GPay മിക്ക ഷോപ്പിലും കാര്യങ്ങളിലും മെയിനായിട്ടുള്ള സ്ഥലത്തൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, ബൈ.